ഇത് ഇന്നലെ പത്തിരിപ്പാലം പൂക്കാട്ടടവിൽ സംഭവിച്ചാട്ടോ. ഒരു കള്ള നായിന്റെ മോൻ സ്വർണ്ണ കവർച്ചയ്ക്കിടെ ആ ഒരു അമ്മയുടെ രണ്ട് കാതും വലിച്ചു പറിച്ചോണ്ടങ്ങ് പോയിട്ടോ. മാത്രവുമല്ല, ഉറക്കിക്കിടത്തിയ 2 വയസ്സുള്ള കുട്ടിയുടെ കഴുത്തിലെ മാല വരെ അവൻ ഊരിക്കൊണ്ട് പോയിട്ടോ. അല്പം വെള്ളം തരുമെന്ന് ചോദിച്ചാണ് വീട്ടിലേക്ക് എത്തിയത്. ആ ഒരു അമ്മ വെള്ളം എടുക്കാൻ പോയ സമയത്ത് തന്നെ ഇവൻ ബാക്കിൽ കൂടെ ചെന്നിട്ടുണ്ട് ചവിട്ടി അങ്ങോട്ട് വീഴ്ത്തു തുറന്നു. ആ വീഴ്ത്തിയ സമയത്ത് തന്നെ ആ അമ്മയുടെ മുഖം പൊത്തിപ്പിടിച്ച് ചെവിയിൽ നിന്ന് വലിച്ചങ്ങോട്ട് പറക്കുമായിരുന്നു കേട്ടോ. എന്തൊരു അവസ്ഥയല്ലേ! സ്വർണത്തിന് ഇത്രയധികം വില കൂടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കയ്യിലോ കഴുത്തിലോ കാതിലോ ഒന്നും ഒരു തരി സ്വർണം പോലും ഇടാതിരിക്കുക. ഈ മിനറൽ വാട്ടർ കിട്ടാതിരുന്ന കാലത്ത് നമ്മുടെ കിണറ്റിലെ വെള്ളവും പൈപ്പ് വെള്ളത്തിനൊക്കെ ചോദിച്ച ആളുകൾ വീട്ടിൽ വരുമായിരുന്നു, ഇല്ലേ? നമ്മൾ അതിനെ അനുവദിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ കടകളിലും 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ജ്യൂസ് അടക്കം 10 രൂപയുടെ ബോട്ടിലടക്കം വെള്ളം കിട്ടുന്ന കാലത്ത് ഇങ്ങനെയുള്ള ഒരുത്തരെ നമ്മുടെ കോമ്പൗണ്ടിൽ പോലും കയറ്റരുത്. അതുപോലെ ആക്രി പിറക്കാൻ വരുന്ന ആളുകൾ, ഒരു പരിചയമില്ലാത്ത ഒരാളെ പോലും നമ്മുടെ കോമ്പൗണ്ടിൽ പോലും കയറ്റാതിരിക്കുക. ആക്രികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വണ്ടിക്ക് വിളിച്ചു വരുത്തി അതിലും ആക്രികളെ കൊണ്ട് കൊടുക്കുക. അതൊക്കെ ഇനി രക്ഷയുള്ളൂ കേട്ടോ. പരിചയമില്ലാത്ത ഒരാളെ പോലും നമ്മുടെ കോമ്പൗണ്ടിൽ കയറ്റാതിരിക്കുക. ജീവൻ വരെ അപകടത്തിലാവാൻ ചാൻസ്. അല്ല, ഈ വീട്ടിലേക്കുന്ന ആളുകൾ ഇപ്പൊ എന്തിനാ ഈ വില കൂടി സ്വർണ്ണങ്ങളൊക്കെ ധരിക്കണത്? പ്രത്യേകിച്ച് കുഞ്ഞി പിള്ളേർക്ക് എന്തിനാ ഇട്ട് കൊടുക്കുന്നത്? ആ കുഞ്ഞി പിള്ളേരുടെ ജീവൻ വരെ അപകടത്തിലാവുന്ന രീതിയിലല്ലേ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിലേക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും ഇപ്പോഴും ഇതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട കേട്ടോ.